ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കൊഴുക്കട്ട കേട്ടോ. അപ്പോൾ കൊഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിത് ശർക്കരയും തേങ്ങയും വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് ശർക്കരയും തേങ്ങയുമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാനുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അത് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ നല്ല തിളച്ച് വരുമ്പോൾ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കിയിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ പൊടി. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ കുറച്ചും കൂടി നമ്മൾ 3/4 കപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം ഇതിൽ പറയാൻ മറന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടാറിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഈസി സ്നാക്കാണ്. പിന്നെ മധുരം ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടാവുന്ന ഒരു സ്നാക്ക് കൂടിയാണ് കേട്ടോ ഇത്. അപ്പം ഞാനിത് ഫസ്റ്റായിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇത് ബാക്കി നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ ഒരു ചക്കര കുറച്ച് വെള്ളത്തിലൊന്ന് അലിപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ചക്കര ലായനിയാക്കി എടുക്കുക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ കുറച്ച് ചൂടാറിയതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി നെക്സ്റ്റായിട്ട് ചെയ്യാനുള്ളത് ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് നമ്മൾ ബട്ടറോ നെയ്യോ ഏത് വേണേലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതാ 1 ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബട്ടർ നല്ല മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഏലക്കായ് 2 പീസ് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. തേങ്ങ ബട്ടറിലൊന്ന് മെൽറ്റായിട്ട് നമുക്കിതിലേക്ക് ഇനി ശർക്കര പാനി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ശർക്കര പാനി നമുക്ക് വെള്ളം കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. പെട്ടെന്ന് വറ്റിക്കിട്ടും. അപ്പോൾ ഇതാ കുറച്ചായിട്ട് ചേർത്തിട്ട് നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാൽ പെട്ടെന്ന് നമുക്ക് കുറുകി കിട്ടും. ഇനി നമുക്ക് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ.
ഇപ്പോൾ ഇത് ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. നന്നായിട്ട് കട്ടിയാക്കണ്ട, കുറച്ച് വെള്ളം ഉണ്ടായിക്കോട്ടെ. എന്നിട്ട് നമ്മൾക്കൊന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതാ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള പൊടി ഉണ്ടല്ലോ, ഇതേപോലെ പത്തിരി പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഫില്ലിങ് ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ വലിയതാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഫില്ലിങ് വെച്ചിട്ട് ഇതേപോലെ വട്ടത്തിൽ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ആക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ചൂടോടുക്കയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്, അതുകൊണ്ട് ആക്കിയെടുക്കാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം വേണം ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലാക്കി കൊടുക്കുക. നമ്മൾ ഇതേതായാലും റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാവുക, അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ ആക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് ഞാനിപ്പോൾ ഇതിൽ നിന്ന് 3 അവൽ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ പൊടിയും കാര്യമൊക്കെ കൂടുതലാക്കി കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ 3 ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്, റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ചെയ്യാനുള്ളത് നമ്മളെ ഇതുണ്ടല്ലോ ഇഡ്ഡലി പാത്രം, അതിൽ വെച്ചിട്ട് നമുക്കൊന്ന് 10 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊരു 15 മിനിറ്റോളം നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതാ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മളെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇത് ഞാനൊന്ന് ഉള്ളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ ഉണ്ടായി കിട്ടുക. അപ്പോൾ നമ്മളിതാ ഈ പൊടി കുഴച്ചെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ നോക്കണം, എന്നാലാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേമാതിരി മാക്സിമം സപ്പോർട്ട് ആക്കുക, മാക്സിമം ഷെയർ ചെയ്യുക.